VS രഞ്ജിത്തുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ മഹാദേവപുരിയിലെ വോട്ട് തട്ടിപ്പിൽ ചില ഭാഗം അത് രഞ്ജിത്ത് തന്നെ നേരെ പോയി കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ആ സ്ഥലത്തിൽ പോയപ്പോൾ കണ്ടെത്താനായിട്ടുള്ളത്? അവിടെയുള്ളവർ സത്യാവസ്ഥ കൃത്യമായി വിശദീകരിക്കുന്നുണ്ടോ? നമ്മുടെ ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കുന്നുണ്ടോ? സ്മൃതി, ഇതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് മുന്നിൽ വളരെ കൃത്യമായ ഒരു ഹോംവർക്ക് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം പ്രാദേശികമായി ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് വളരെ ഗൗരവത്തോടു കൂടി രാഹുൽ ഗാന്ധിയും സംഘവും കണ്ടു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു ടീമിനെ നിയോഗിക്കുകയും ആ ടീം വളരെ കൃത്യമായി ബംഗളൂരു സെൻട്രലിൽ മഹാദേവപുരം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് എന്നുള്ളത് ഇവിടെ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ പോയ മുനിറെഡ്ഡി ഗാർഡൻ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് സമുച്ചയങ്ങളുള്ള വലിയ ഒരു കെട്ടിട സമുച്ചയങ്ങളുള്ള സ്ഥലമല്ല. അത് ചെറിയ ലൈൻ മുറികളുള്ള ഒരു പ്രദേശമാണ്. ആ ലൈൻ മുറികളിൽ പുതിയതുമുണ്ട് പഴയതുമുണ്ട്. ആ പഴയ ലൈൻ മുറികളിൽ 40 മുറികളാണുള്ളത്. ആ മുറികളിൽ ഒന്നാണ് 35 എന്ന നമ്പർ ഇട്ടിട്ടുള്ള മുറികളിലാണ് 80 പേർ താമസിക്കുന്നു എന്ന അർത്ഥത്തിൽ 80 പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. ആ 80 പേർ അവിടെ താമസിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അക്കാര്യം ശരിയാണ് എന്ന് നമ്മൾ അവിടെ പോയപ്പോൾ നമുക്ക് ബോധ്യമാവുകയും ചെയ്തു. അവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഒരു ഫുഡ് ഡെലിവറി ബോയ് ആണ്. ആ ഫുഡ് ഡെലിവറി ബോയ് അവിടെ താമസിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുമില്ല. അതിന് മുൻപ് താമസിച്ചിരുന്നവരുടെ മുഴുവൻ കണക്കുകളും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വിട്ടുപോയതായിരിക്കാം എന്നുള്ളതാണ് വീട്ടുടമ ഇപ്പോൾ പറയുന്ന ന്യായം. ആ ന്യായം ഇപ്പോൾ വിശ്വസിക്കാൻ തക്കതായിട്ടുള്ള കാരണങ്ങളൊന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ ഈ 35-ാം മുറിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപം ശരിയാണെന്ന് വരും. അതോടൊപ്പം തന്നെ 4 ഐഡികളുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വ്യക്തിയുടെ ഫ്ലാറ്റിലും നമ്മൾ പോയി നോക്കി. അവിടെ അദ്ദേഹം ആ പേരിൽ അങ്ങനെ ഒരാൾ അവിടെ താമസിക്കുന്നില്ല. നേരത്തെ താമസിച്ചിരിക്കാം. പക്ഷേ ഈ 4 ഐഡികളിലും അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് നിശ്ചയമില്ല. അതുപോലെ ഒരു ബ്ലൂവറിയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ആ ബ്ലൂവറിക്കും കൃത്യമായ അഡ്രസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പട്ടികയിൽ 11,000-ഓളം പേരുടെ 11,000-ഓളം ഈ കൃത്രിമ വോട്ടുകൾ പറയുന്നുണ്ട്. അത് ഓരോന്നും ഇതുപോലെ അന്വേഷിച്ചു പോയാൽ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാവും. ഏതായാലും ഇതൊക്കെ BJP ചെയ്തതാണ് എന്ന് തെളിയിക്കത്തക്ക രീതിയിലൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ BJPയുടെ ജയത്തിൽ മഹാദേവപുരത്തിൽ വലിയ ക്രമക്കേട് സംശയിക്കാവുന്നതാണ്. കാരണം ബംഗളൂരു സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലം, അവിടുത്തെ 8 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 5 എണ്ണം കോൺഗ്രസിനും 3 എണ്ണം BJPക്കുമാണ്. ഈ 5 എണ്ണത്തിൽ സർവച്ഛ നഗറും ശാന്തിനഗറും ഗാന്ധിനഗറും ഉൾപ്പെടെയൊക്കെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഈ സെൻട്രൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടേക്ക് ലീഡ് ചെയ്തത്. പക്ഷേ മഹാദേവപുരത്തിൽ എത്തുമ്പോഴേക്കും അട്ടിമറിയോടുകൂടിയുള്ള ഒരു വിജയം അത് PC മോഹൻ ഉണ്ടാവുന്നു. PC മോഹൻ വളരെക്കാലമായി ഇവിടെ MP ആണ്. ആന്റി ഇൻകമൻസി ഫാക്ടറൊക്കെ PC മോഹനുണ്ട്. മഹാദേവപുരത്ത് മാത്രം ഉണ്ടാകുന്ന ഈ അട്ടിമറി, ഇത്രയും വോട്ടിലുണ്ടാവുന്ന അധിക വർധന, ഇതൊക്കെ സംശയിക്കാവുന്നതാണ്. ആ സംശയത്തെ ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ. ബാക്കി കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കേണ്ടതാണ്. ശരി, VS രഞ്ജിത്ത്, അന്വേഷണം തുടരുക. ഏതൊക്കെ കാര്യങ്ങൾ യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകൾ രാഹുൽ പറഞ്ഞത് പ്രകാരം തന്നെയാണ്.